ചേട്ടാ ഈ ടയർ കണ്ടോ? ഇതിന്റെ ഡെപ്ത് ഡെപ്ത് കുറവാണ്. ഇത് എന്നാ ഇനി മാറുന്നേ? നമ്മളിന്ന് ഇൻസ്പെക്ഷൻ വന്നതാ. അപ്പൊ ഇത് ഇന്ന് പരിശോധിക്കേണ്ടതല്ലേ? നാളെ ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒന്നും എന്തായാലും ഇതിന് തരത്തില്ല കേട്ടോ. സർട്ടിഫിക്കറ്റ് തരണമെന്നുണ്ടെങ്കിൽ ഈ ടയർ മാറ്റി ഇനിയിപ്പോ ഓഫീസിൽ കൊണ്ട് കാണിക്കണം കേട്ടോ. ഈ സീറ്റ് ബെൽറ്റ് എന്ന് പറയുന്നത് ഒരു വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിലും ഒരു ഉപയോഗയോഗ്യമായിട്ട് തോന്നുന്നില്ല. അവിടെ താന്നു പോകുന്നുണ്ട്, പ്രസ്സായി പോകുന്നുണ്ട് താഴോട്ട് കേട്ടോ. അപ്പൊ അതിന്റെ അടിവശം നോക്കണം. ഇതില് ഡ്രൈവർ ആരാ? ചേട്ടാ ഈ ടയർ കണ്ടോ? ഇതിന്റെ ഡെപ്ത് കുറവാണ്. ഇത് എന്നാ ഇനി മാറുന്നേ? നമ്മളിന്ന് ഇൻസ്പെക്ഷൻ വന്നതാ. അപ്പൊ ഇത് ഇന്ന് പരിശോധിക്കേണ്ടതല്ലേ? നാളെ ഇപ്പൊ സർട്ടിഫിക്കറ്റ് ഒന്നും എന്തായാലും ഇതിന് തരത്തില്ല കേട്ടോ. സർട്ടിഫിക്കറ്റ് തരണമെന്നുണ്ടെങ്കിൽ ഈ ടയർ മാറ്റി ഇനിയിപ്പോ ഓഫീസിൽ കൊണ്ട് കാണിക്കണം കേട്ടോ. കൊണ്ട് കാണിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് വണ്ടി ഓടാനുള്ള അനുവാദം ഞങ്ങൾക്ക് തരാൻ പറ്റത്തുള്ളൂ. സ്കൂൾ തുറക്കുന്നത് എന്നാൽ 2-ാം തീയതി അല്ലേ? അപ്പോൾ വാഹനമൊക്കെ സർവീസ് ചെയ്ത് എല്ലാം ക്ലിയർ ചെയ്തതിന് ശേഷം മാത്രമേ സർവീസിന് പോകാൻ അനുവദിക്കുകയുള്ളൂ. ആ സ്റ്റിക്കർ ഇല്ലാതെ ഒരു വാഹനവും നമുക്ക് ഓടിക്കാൻ അനുവാദം തരില്ല കേട്ടോ. അതുകൂടെ മനസ്സിൽ വെച്ചോളൂ. ഈ ടയർ ഒരെണ്ണം മാറുക, ഈ ടയർ കേട്ടോ. അതിന്റെ ട്രെഡപ്ത് ഇല്ല, അത് വേണമാണ്. ഇത് എങ്ങനെ കൊടുത്തിരിക്കുകയാണോ? സർവീസിന് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അത് വാങ്ങിച്ച് ചേഞ്ച് ചെയ്തതിന് ശേഷം മാത്രമേ ഇത് ഓടാവുള്ളൂ കേട്ടോ. ഇതെന്തോ നോക്കുവാണോ? ലൈറ്റ് കത്തുന്നില്ലയോ? ശരി. ഇതിന്റെ സീറ്റ് ബെൽറ്റ് ഒന്ന് ഇറങ്ങാവോ? ഞാനൊന്ന് നോക്കട്ടെ. ലൈറ്റ് കത്തിയായിരുന്നോ? ഇവിടുത്തെ മെക്കാനിക്കാണോ? ഇലക്ട്രിക്. ഇതിനകത്ത് ഇത് ഇവിടുത്തെ വണ്ടിയല്ലേ? നമ്മുടെ സീറ്റ് ബെൽറ്റ് അത്യാവശ്യമാണ്. ഉണ്ടോ? എവിടെയാ? അപ്പൊ ഇത് ഒരു ഉപയോഗക്ഷമമായിട്ടുള്ള രീതിയിലാക്കണം കേട്ടോ. അല്ല അതെ. ഇതെന്തായാലും നമുക്ക് സീറ്റ് ബെൽറ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റത്തില്ല. ഇതിന്റെയൊക്കെ ഈ ഒരു വൃത്തിയില് എന്തായാലും ഒരു ഡ്രൈവർക്ക് ഉപയോഗിക്കാൻ പറ്റില്ല. അതെ. അപ്പൊ ഇത് മാറ്റി സീറ്റ് ബെൽറ്റ് ഉപയോഗക്ഷമമായിട്ടുള്ള രീതിയിലാക്കണം. ഇതൊന്ന് വാഷ് ചെയ്യണം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു യൂണിറ്റ് ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും സീറ്റ് ബെൽറ്റ് പുതിയത്. വർക്കിംഗ് കണ്ടീഷൻ ആണെങ്കിൽ ഇത് ഇളക്കിയിട്ട് ക്ലീൻ ചെയ്യണം. ക്ലീൻ ചെയ്തിട്ട് വേണം ഇത് വെക്കാനായിട്ട് കേട്ടോ. ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഫംഗ്ഷനിങ് ആണല്ലോ. കയറി വാ, വണ്ടിയിലകത്തോടെ കയറി വാ. ഞാൻ പറഞ്ഞു, ടീച്ചേഴ്സിനെ മാതൃകയാക്കുന്ന പോലെ, അവർ പഠിക്കുന്നത് മാതൃകയാക്കുന്ന പോലെ നിങ്ങളെയും കുട്ടികളും മാതൃകയാക്കുന്നുണ്ട്. അതിൽ വ്യക്തമായ ഉദാഹരണമാണ് റോഡിലെ മാനറിസം. നിങ്ങൾ എങ്ങനെയാണ് റോഡിൽ ബിഹേവ് ചെയ്യുന്നതെന്നുള്ളത് അവർ കണ്ടുപിടിക്കുന്നുണ്ട്. ചെറുപ്രായമാണ്. അപ്പോൾ അത് സീറ്റ് ബെൽറ്റ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ആ ഒരു അച്ചടക്കത്തോടു കൂടി വാഹനം ഓടിച്ചു കഴിഞ്ഞാൽ അത് കുട്ടികൾക്ക് ടീച്ചേഴ്സ് പകർന്നു നൽകുന്ന അറിവ് പോലെ തന്നെ നിങ്ങളുടെ ആ ഒരു ട്രെയിനിങ്ങും അവർക്ക് വളരെ നിർണായകമായിട്ടുള്ളൊരു സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് നല്ല രീതിയിൽ യൂണിഫോമൊക്കെ ഇട്ട് വാഹനം ഓടിക്കണം. ഇതുപോലുള്ള മോശം ഈ ബക്കറ്റ് ഇതുപോലുള്ള സാധനങ്ങൾ, പ്രത്യേകിച്ച് ഓടുന്ന വാഹനമാണ്, ലൂസായിട്ട് ഫിക്സ് ചെയ്യാത്ത ഒരു ഉപകരണങ്ങളും വാഹനത്തിൽ ഉണ്ടാവാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അവിടെ താന്നു പോകുന്നുണ്ട്, പ്രസ്സായി പോകുന്നുണ്ട് താഴോട്ട് കേട്ടോ. അപ്പൊ അതിന്റെ അടിവശം നോക്കണം. അടിവശത്തെ റീഎൻഫോഴ്സ്മെന്റ് ഉണ്ട്. അതിപ്പം നമുക്ക് ഒന്ന് വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയിട്ട് അതൊന്ന് ചെക്ക് ചെയ്യണം. ആ ഫ്രെയിംസ് എല്ലാം പിന്നെ വെൽഡും എല്ലാം വിട്ട് ഇരിക്കുന്നുണ്ടോ നോക്കണം. കാര്യം ചവിട്ടുമ്പോഴത്തേക്ക് താഴോട്ട് താന്നു പോകുന്നൊരു ഇഫക്റ്റ് അവിടെ കാണുന്നുണ്ട്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണം. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ വണ്ടി സർവീസിന് കൊടുക്കാവുള്ളൂ കേട്ടോ. ഇനി ഫ്ലോർ എല്ലാം ക്ലീൻ ചെയ്ത് കുട്ടികൾക്ക് പുതിയതായിട്ട് ഒരു പിന്നെ സ്കൂൾ ഡേ ആരംഭിക്കുമ്പോഴത്തേക്കും ഫ്ലോറൊന്നും ഇങ്ങനെ കൊടുക്കാൻ പാടില്ല. കുറച്ചുകൂടെ ക്ലീൻ ആക്കിയിട്ട് വേണം വണ്ടി സർവീസിന് കൊടുക്കാനായിട്ട് കേട്ടോ. പുതിയ അധ്യയന വർഷം ആരംഭിക്കുകയാണ്. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ സ്കൂളെല്ലാം 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ആയിട്ട് തുറക്കുകയാണ്. അപ്പോൾ സ്കൂൾ തുറക്കുന്നതിന് മുന്നോടിയായിട്ട് അവർ യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, സ്കൂൾ വാഹനങ്ങളുടെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുന്നത് പതിവ് പോലെ മോട്ടോർ വാഹന വകുപ്പ് അതിന് പ്രതിജ്ഞാബദ്ധരാണ്. ആ വാഹനങ്ങളൊക്കെ പരിശോധിച്ചതിൽ പോരായ്മകൾ കണ്ടതിനെല്ലാം തിരിച്ചുവിട്ടിട്ടുണ്ട്. റെക്ടിഫൈ ചെയ്തതിന് ശേഷം ഹാജരാക്കാൻ അവരുടെ അടുത്ത് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇനിയൊരു 4-5 ദിവസത്തിനുള്ളിൽ ഇത് ആക്കാത്ത വാഹനങ്ങളെ ഇനി വാഹനങ്ങൾ സർവീസ് നടത്താൻ അനുവദിക്കില്ലെന്ന് കർശനമായിട്ട് അവരെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ ബഹുമാനപ്പെട്ട ട്രാൻസ്പോർട്ട് കമ്മീഷണറുടെ നിർദ്ദേശപ്രകാരം ഓപ്പറേഷൻ അതൊന്ന് കട്ട് ചെയ്തിട്ടുണ്ട്. ടയറൊക്കെ മോശമായ വാഹനങ്ങളുണ്ടായിരുന്നു. വാഹനങ്ങളുടെ ഫ്ലോറ്, ലൈറ്റ്, വൈപ്പർ
അങ്ങനെ യാന്ത്രികമായിട്ടും അപ്പിയറൻസിലും മോശമായിട്ടുള്ള വാഹനങ്ങളെല്ലാം തിരികെ വിട്ട് ഞങ്ങളത് റെക്ടിഫൈ ചെയ്ത് വിട്ടുവീഴ്ചയും ചെയ്യാൻ പറ്റില്ല. നമ്മുടെ കുട്ടികളുടെ സുരക്ഷിതത്വം മുൻനിർത്തി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യാൻ പാടില്ല. ഡ്രൈവർമാർ ഇനിയിപ്പോൾ ട്രെയിനിങ് ക്ലാസ് വരുന്ന ബുധനാഴ്ച 28-ാം തീയതി നടത്തുന്നുണ്ട്. അപ്പോൾ അന്ന് അവരുടെ ഡ്രൈവിംഗ് ലൈസൻസ് പരിശോധിച്ച് 10 വർഷത്തെ പരിചയം, അവർ ഓടിക്കുന്ന വാഹനങ്ങളിൽ 10 വർഷത്തെ പരിചയം, അതായത് ലൈറ്റ് വാഹനങ്ങളാണെങ്കിലും ഹെവി വാഹനങ്ങളാണെങ്കിലും അതിൽ 10 വർഷത്തെ പരിചയമുള്ള ഡ്രൈവർമാരെ മാത്രമേ നമ്മൾ ഓടിക്കാൻ അനുവദിക്കുകയുള്ളൂ.